എല്ലാവർക്കും വിനി ടെക് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ബജാജ് ഇൻസ്റ്റ EMI കാർഡ് എങ്ങനെ ഓൺലൈൻ അപ്ലൈ ചെയ്യാമെന്നാണ് കാണാൻ പോകുന്നത്. 3 ലക്ഷം രൂപ വരെ ലിമിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു EMI കാർഡാണ് ബജാജ് ഇൻസ്റ്റ EMI കാർഡ്. ഈ കാർഡ് യൂസ് ചെയ്തു നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പ്രോഡക്ട്സ് വാങ്ങാം. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ കാർഡ് യൂസ് ചെയ്തു ഒരു ഓഫ്ലൈൻ പർച്ചേസ് നടത്തേണ്ടതാണ്. ഇങ്ങനെ പർച്ചേസ് നടത്തിയെങ്കിൽ മാത്രമേ വീഡിയോയിൽ കാണുന്ന പോലെ ഓപ്ഷൻ എനേബിൾ ആകൂ, അല്ലാത്തപക്ഷം ഇപ്പോൾ കാണുന്ന പോലെ ഡിസേബിൾഡ് ആയിരിക്കും. ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസ്, ഫർണിച്ചർ പോലെ ഒട്ടനവധി പ്രോഡക്ട്സ് നിങ്ങൾക്ക് നോ കോസ്റ്റ് EMI ആയിട്ട് വാങ്ങാം. 1 മാസം മുതൽ 60 മാസം വരെ റീപേയ്മെന്റ് ടെന്യോ ഇവർ നൽകുന്നു. ഇനി ബജാജ് EMI കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കാണുന്ന പേജിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അപ്ലൈ ക്ലിക്ക് ചെയ്യുക. ശേഷം OTP എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അടുത്തതായി പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് പ്രൊസീഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങളുടെ അപ്രൂവ്ഡ് ഓഫർ കാണാം. അടുത്തതായി KYC ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിനുശേഷം കൺഫേം ടാപ്പ് ചെയ്യണം. EMI കാർഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഫീസ് ആൻഡ് ചാർജ് ചെക്ക് ചെയ്തതിനുശേഷം പേയ്മെന്റിലേക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അനുയോജ്യമായ ഓപ്ഷൻ യൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഇനി ആക്ടിവേറ്റ് നൗ എന്ന ഓപ്ഷനിൽ അമർത്തി നിങ്ങൾക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അവസാനമായി മാൻഡേറ്റ് രജിസ്ട്രേഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് നൽകി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇതോടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബജാജ് ഇൻസ്റ്റ EMI കാർഡ് നമ്പർ ലിമിറ്റ് കാണാം. ഇനി ഈ കാർഡ് മാനേജ് ചെയ്യാൻ ബജാജ് ഫിൻസർവ് ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് സൈൻ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ ആപ്പിനുള്ളിൽ EMI കാർഡ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ കാർഡ് ലിമിറ്റ്, കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കാണാം. ബജാജ് ഇൻസ്റ്റ EMI കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ലിമിറ്റ് നമുക്ക് ക്യാഷായി മാറ്റാവുന്നതാണ്. ബജാജ് ഇൻസ്റ്റ EMI കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമന്റുകളായി അറിയിക്കുക.